മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാവില്ലെന്നായിരുന്നു പോലീസ് അന്വേഷണ റിപ്പോർട്ട്. ഈയൊരു റിപ്പോർട്ട് സാങ്കേതികത്വത്തെ കൂട്ടുപിടിച്ചായിരുന്നു. വിദ്വേഷ പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ലെന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് ചന്ദ്രൻ നായരുടെ റിപ്പോർട്ട്. മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുണ്ടാക്കിയത് ഗോപാലകൃഷ്ണൻ തന്നെയെന്ന് സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ ചീഫ് സെക്രട്ടറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒഴിവാക്കുന്നത് വിവാദമാകും. സ്വന്തം ഫോൺ റീസെറ്റ് ചെയ്ത് വിവരങ്ങളെല്ലാം ഗോപാലകൃഷ്ണൻ നീക്കിയതിനാൽ ഗ്രൂപ്പുണ്ടാക്കിയത് ആരെന്ന് തെളിയിക്കുക അപ്രായോഗികമായി. വിവാദ ഗ്രൂപ്പിൽ അംഗങ്ങളായി ചേർക്കപ്പെട്ട IAS ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും പരാതി നൽകിയാൽ മാത്രമേ കേസ് നിലനിൽക്കൂവെന്നും പുറമേ നിന്നുള്ളവർ നൽകുന്ന പരാതി മതിയാകില്ലെന്നും പോലീസ് നിലപാടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്നും ഗ്രൂപ്പിൽ വിദ്വേഷ പോസ്റ്റ് വന്നാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂവെന്നാണ് നിയമോപദേശം. ഗോപാലകൃഷ്ണനെതിരെ കൊല്ലത്തെ കോൺഗ്രസ് നേതാവായിരുന്നു പരാതിക്കാരൻ. ഈ ഒരു സാഹചര്യത്തിലാണ് കേസെടുക്കാൻ കഴിയില്ലെന്ന വിശദീകരണം. കേസെടുക്കാത്ത സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണനെതിരെ വകുപ്പ് തല നടപടികൾ പോലും അസാധ്യമായി മാറും. ഗോപാലകൃഷ്ണന് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സർക്കാർ കുറ്റാരോപണ മെമ്മോ നൽകിയിരുന്നു. രേഖാമൂലം വിശദീകരണം നൽകിയില്ലെങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നൽകിയ മെമ്മോയിൽ വ്യക്തമാക്കിയിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ മതപരമായ വിഭാഗീയതയ്ക്ക് ശ്രമിച്ചു. അനൈക്യത്തിന്റെ വിത്തുകൾ പാകി. IAS കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഗോപാലകൃഷ്ണനെതിരെയുള്ളതായി ചീഫ് സെക്രട്ടറി വിശദീകരിച്ചത്. അത്തരമൊരു വിഷയത്തിൽ കേസെടുക്കാനാകില്ലെന്ന നിലപാടിൽ പോലീസ് നിൽക്കുന്നു. ഇതോടെ ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനെ പോലീസ് തള്ളുന്ന സാഹചര്യമാണ് ഉള്ളത്. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും മെമ്മോയിൽ പറഞ്ഞിരുന്നു. ഫോൺ റീസെറ്റ് ചെയ്ത ശേഷമാണ് ഗോപാലകൃഷ്ണൻ ഫോൺ പോലീസിന് കൈമാറിയത്. തന്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് കാണിച്ച് ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. ഫോൺ ഹാക്ക് ചെയ്തില്ലെന്ന് തെളിഞ്ഞതോടെ പോലീസിന് കള്ളപ്പരാതിയാണ് നൽകിയതെന്ന വാദം ഉയർന്നിരുന്നു. ഈ വിഷയത്തിലും പോലീസിന് കേസെടുക്കാമെന്ന നിരീക്ഷണം എത്തിയിരുന്നു. ഗോപാലകൃഷ്ണൻ എന്തിന് കള്ളപ്പരാതി കൊടുത്തുവെന്ന തരത്തിലും ചർച്ചകളെത്തി. എന്നാൽ ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് വ്യാജ പരാതി നൽകുന്നത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഗോപാലകൃഷ്ണൻ ഹാജരാക്കിയ ഫോൺ ഫോർമാറ്റ് ചെയ്തത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായ കുറ്റകൃത്യമാണ്. ഗോപാലകൃഷ്ണന്റെ ഫോണിൽ ആരും നുഴഞ്ഞു കയറിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഗൂഗിളും മറുപടി നൽകിയത്. ഫോൺ ഹാക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഫോണിൽ ഇതിനുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സംഭവിക്കാം. പക്ഷേ അത്തരത്തിൽ ഒരാപ്പും ഈ ഫോണിൽ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണനെതിരെ വ്യാജ പരാതിയിൽ നടപടിയെടുക്കാവുന്നതാണെന്ന വിലയിരുത്തൽ ഇപ്പോഴും സജീവമാണ്.